നമസ്കാരം. പഴയ കാലത്ത് അധ്യാപകരെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളിലൊക്കെ തന്നെ അവരുടെ കയ്യിലെല്ലാം ഒരു വടി കാണുമായിരുന്നു. ഈ വടി എന്തിനാണെന്ന് ചോദിച്ചാൽ അത് വെറുതെ വെച്ചേക്കാനല്ല, കുഴപ്പമുണ്ടാക്കുന്ന കുട്ടികൾക്ക് തല്ലു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അന്ന് അധ്യാപകർ കയ്യിൽ വടി കരുതിയിരുന്നത്. തല്ലുകൊണ്ട് പഠിച്ച പലരും പിന്നീട് തെറ്റ് തിരുത്തുകയും നേരായ വഴിയിലെത്തുകയും ജീവിതത്തിലെ വളരെ ഉയരങ്ങൾ കീഴടക്കുകയും ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്ന് വെച്ച് ചില അധ്യാപകർ വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായി മർദ്ദിച്ച സംഭവങ്ങളും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇവർക്കെതിരെ പലപ്പോഴും കേസെടുക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്താകട്ടെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുട്ടികൾ പലപ്പോഴും അധ്യാപകരുടെ പേരിൽ പരാതി കൊടുക്കുന്നത് ഒരു സ്ഥിരം പതിവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കേരള ഹൈക്കോടതി ഒരു കേസിൽ വളരെ നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അധ്യാപകരുടെ കൈവശമുള്ള വടി അപകടകരമായ ആയുധമല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് ആധാരമായ സംഭവം നടന്നത് 2018 അവിടെയുള്ള ബേപ്പൂരിലെ BHSSലെ ഒരു വിദ്യാർത്ഥി കെമിസ്ട്രി ക്ലാസ്സിൽ നോട്ട്സ് എഴുതിയെടുക്കാതിരുന്നതിനെ തുടർന്ന് അധ്യാപിക വടി കൊണ്ട് തല്ലിയിരുന്നു. ഇതുകൂടാതെ സ്കൂൾ വിട്ടതിന് ശേഷം അധ്യാപിക വീട്ടിലെത്തി കുട്ടിയുടെ മാതാപിതാക്കളോട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് വിദ്യാർത്ഥി അധ്യാപകരുടെ പേരിൽ കേസ് കൊടുക്കുകയും ഇത് സംബന്ധിച്ച നിയമ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച കേസ് നടക്കുന്നത്. ഏതായാലും അധ്യാപകർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തിയത് വളരെ ശ്രദ്ധേയമാണ്. അധ്യാപകരുടെ കൈവശമുള്ള വടി ഒരിക്കലും ഒരു അപകടകരമായ രീതിയിലുള്ള ഒരു ആയുധമല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തന്നെ മടി കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ചു എന്നാണ് കുട്ടി പരാതിയിൽ പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് കേസെടുത്തിരുന്നത്. കുട്ടിയുടെ മറ്റൊരു പരാതി തന്നെ തല്ലിയതിനേക്കാൾ തനിക്ക് വേദന ഉണ്ടാക്കിയ സംഭവം അധ്യാപിക വീട്ടിലെത്തി അച്ഛനും മകരെ വിവരം അറിയിച്ചത് എന്നാണ്. അത് കുട്ടിയുടെ നല്ല ഭാവിയെ കരുതിയാണ് ഇത്തരത്തിൽ അധ്യാപിക വീട്ടിലെത്തി മാതാപിതാക്കളെ കാര്യം ധരിപ്പിച്ചത് എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അധ്യാപകർ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചെന്നോ തല്ലിയെന്നോ പറഞ്ഞുകൊണ്ട് ചെറിയ കുറ്റങ്ങൾക്ക് പോലും ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികളെ അവരുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ തന്നെ ആലോചിക്കുമ്പോൾ ഇത് വലിയൊരു പാഠമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. വിദ്യാർത്ഥികളെ നിരന്തരമായി തല്ലുന്ന അധ്യാപകർ ഒരു കാലത്ത് അവർക്ക് പല ഇരട്ടപ്പേരുകളുണ്ടായിരുന്നിട്ടുണ്ട്. ഇതൊരു വലിയ അലങ്കാരമായി കണക്കാക്കിയിരുന്ന അധ്യാപകരുണ്ട്. അടി കൊണ്ടാൽ അതിലൊരു കുഴപ്പമില്ല, ഇനിയും മകനെ മകളെ തല്ലു എന്ന് പറയുന്ന മാതാപിതാക്കളും വന്നുണ്ടായിരുന്നു. അവർ അധ്യാപകർ പ്രത്യേകം പറയാറുണ്ട്. പണ്ടത്തെ കാലത്ത് മാതാപിതാക്കൾ അധ്യാപകരെ കാണുമ്പോഴൊക്കെ പറയുമായിരുന്നത് തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ നല്ല തല്ല് കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറിയിരിക്കുന്നത്. കുട്ടികളെ തല്ലിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള നിയമ നടപടി ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ ചൈൽഡ് കമ്മീഷനുണ്ട്, വേറെ ഒരുപാട് വകുപ്പുകളുണ്ട്. അധ്യാപകർക്ക് ജാമ്യം കിട്ടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. താനൊരു അധ്യാപകനാണ് എന്നും കുട്ടികളെ എന്തും ചെയ്യാമെന്നും കരുതി നടക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമ സംവിധാനങ്ങളൊക്കെ തന്നെ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അങ്ങനെ കുട്ടികളെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന അധ്യാപകന്മാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നിസ്സാര കുറ്റത്തിനും എല്ലാത്തിനും ഒരു തല്ല് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ പരാതിയുമായി രംഗത്തെത്തുന്നത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഈ ഒരു വിലയിരുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കേസിലെ FIRഉം ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഏതിനും കാലം മാറിയ മാറ്റം നമ്മൾ മനസ്സിലാക്കുക. ഒരു കാലത്ത് അടിക്കുന്ന അധ്യാപകരാണ്, തല്ലുന്ന അധ്യാപകരാണ് നല്ല അധ്യാപകർ എന്ന് കരുതിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് മാതാപിതാക്കൾ തന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പുതിയ ലോകത്ത് കുട്ടികളെ തല്ലുന്നത് ഒരു ശരിയായ നടപടിയല്ലെന്ന് മാത്രമല്ല അത് കുറ്റകരമായൊരു കാര്യം കൂടിയാണ്. പക്ഷേ ഇവിടെ ക്ലാസ്സിൽ നോട്ട്സ് എഴുതാത്തതിനും അതുപോലെ ശ്രദ്ധിക്കാതിരുന്നതിനൊക്കെ തന്നെ വടികൊണ്ട് അടിച്ചത് വലിയ കുറ്റമല്ല എന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് നാളെ ഇത് എല്ലാ വിദ്യാർത്ഥികളും ഒരു പാഠമായി എടുക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് ഈ കോടതി ഉത്തരവ് നമ്മെ പഠിപ്പിക്കുന്നത്.